ഇപ്പോൾ ഏറ്റവും അഫോർഡബിൾ ആൻഡ് മോസ്റ്റ് പവർഫുൾ സിംഗിൾ സിലിണ്ടർ ബൈക്ക് അത് ബജാജിൻ്റെ NS400Z ആട്ടോ. ഒരു 373cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 3 bhp കരുത്തോളം ഇതിൽ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. 42.4 bhp പവറും അതേപോലെ 35 Nm ടോർക്കുമാണ് ഇതിലുള്ളത്. ഹയർ സ്പീഡ് കമ്പനി ക്ലൈം ചെയ്യുന്നത് 157ആണ്. നമുക്ക് കുറച്ച് നുണുക്ക് വിദ്യകളിലൂടെ നമുക്ക് 180 ക്ലോക്ക് ചെയ്യാൻ പറ്റിയ ഒരു എഞ്ചിൻ കൂടിയാണ് ഇത്. ലൈറ്റ് വെയിറ്റ് ഫോർജ്ഡ് പിസ്റ്റൻസ് കാര്യങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹയർ സ്പീഡിന് വേണ്ടി നല്ല രീതിക്ക് റവ് ചെയ്യാൻ പറ്റിയൊരു പിസ്റ്റൻസ് കൂടിയാണ് ഇത്. വണ്ടിയുടെ ഓവറോൾ വെയിറ്റ് പറയുന്നത് 174 kg മാത്രമേ ഉള്ളൂ. 400cc സെഗ്മെൻറ്റിലെ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു വണ്ടി കൂടിയാണത്. കൂടാതെ ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്റർ വരെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പഴയൊരു വണ്ടിയുടെ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു പോരായ്മയായിരുന്നു അതിൻ്റെ ടയർ പറയുന്നത്. ഈ MRFൻ്റെ റവ് സെഡ് പറയുന്ന ടയറായിരുന്നു. ഇപ്പോൾ അപ്പോളോ ആൽഫ H1 റേഡിയൽ റബ്ബേഴ്സാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ബെറ്റർ ഗ്രിപ്പ് ആൻഡ് ബെറ്റർ കോർണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇതിൽ നമുക്ക് വരുന്നത്. 40 സെക്ഷൻ ടയേഴ്സാണ് മുന്നേ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ നല്ല വൈഡർ ആയിട്ടുള്ള 150 സെക്ഷൻ ടയേഴ്സാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു വണ്ടിയുടെ എടുത്തു പറയേണ്ട വേറൊരു പോരായ്മ പറയുന്നത് ഇതിൻ്റെ ഒരു ബ്രേക്കിംഗ് തന്നെയാണ്. അതായത് തീരെ ബൈറ്റില്ലാത്തൊരു ബ്രേക്കിംഗ് കാര്യങ്ങളായിരുന്നു. ഒരു ഓർഗാനിക് ബ്രേക്ക് പാഡ്സ് കാര്യങ്ങളാണ് മുന്നേ ഉപയോഗിച്ചത്. ഇപ്പോൾ സിൻറ്റഡ് ബ്രേക്ക് പാഡ്സിലോട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രേക്കിംഗ് ബൈറ്റ്സ് നല്ല രീതിക്ക് കൂടിയിട്ടുണ്ട്. പ്രൈസ് ഹൈക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് 7,000 റുപ്പീസാണ് ഇതിൽ ഹൈക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ വണ്ടിയുടെ ഷോറൂം പ്രൈസ് പറയുന്നത് 1,92,000 റുപ്പീസാണ്. ഇപ്പോൾ വണ്ടി എടുക്കാൻ പോകുന്നവർക്ക് ഈ ഒരു റീലൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തു. ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് വണ്ടിയാണത്. മൈലേജ് പറയുന്നത് 19 to 23 വരെയുള്ള മൈലേജ് മാത്രമേ കിട്ടത്തുള്ളൂ. അതും നമ്മളൊന്ന് കൺസിഡർ ചെയ്യണം.